നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുണർതം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ സ്വഭാവ സവിശേഷതകളാണ് ഇന്ന് സംസാരിക്കുന്നത്. നൈസർഗികമായി ധർമ്മിഷ്ഠരും സന്തുഷ്ടരും സംതൃപ്തരും പരമ്പരാഗതമായ ശീലങ്ങളെ ഇഷ്ടപ്പെടുന്നവരും ആയിരിക്കും. പണം ലാഭിക്കുന്നതിനെ കുറിച്ചുള്ള ചിന്ത ശീലങ്ങളിൽ ഇല്ലെങ്കിലും ജീവിതത്തിൽ ധാരാളം ബഹുമതികളും ആദരവും ലഭിക്കും. നിഷ്കളങ്കതയും സുതാര്യതയും മറ്റുള്ളവർക്കിടയിൽ സർവപ്രിയനാക്കും. നിയമവിരുദ്ധമോ സദാചാരവിരുദ്ധമോ ആയ ജോലികളെക്കുറിച്ച് പറയുമ്പോൾ കണിശമായും അതിന് എതിരായി നിൽക്കും. വിപരീത ചിന്തകളുള്ള ആളുകളിൽ നിന്നും അകന്നു നിൽക്കും. അലിവുള്ള പ്രകൃതം, കരുണ, ഉദാരമനസ്കത എന്നിവ വ്യക്തിത്വത്തിന്റെ മാറ്റ് കൂട്ടുന്നു. ആളുകളുമായി ഇടപെടുമ്പോഴുള്ള നയചാതുര്യവും തകർക്കാനാകാത്ത സൗഹൃദവും നിങ്ങളെ പ്രശസ്തനാക്കും. ഒരു അമ്പെയ്ത്ത് കലാകാരൻ ലക്ഷ്യത്തിൽ വിജയിക്കുന്നത് പോലെ ഏകാഗ്രതയാൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള പ്രശ്നങ്ങൾ വരെ പരിഹരിക്കുകയും ലഭിക്കേണ്ട കാര്യം കരസ്ഥമാക്കുകയും ചെയ്യും. എത്ര പ്രാവശ്യം പരാജയപ്പെട്ടാലും വീണ്ടും വീണ്ടും പരിശ്രമിച്ച് ഏതൊരു കാര്യവും പൂർത്തീകരിക്കുന്നവരായിരിക്കും. അതുകൊണ്ട് തന്നെ പരിശ്രമമുണ്ടായാൽ കാലതാമസം നേരിട്ടാലും വിജയത്തിലെത്താൻ കഴിയും. മാതാപിതാക്കളോടും മുതിർന്നവരോടും വളരെയധികം ബഹുമാനവും ആദരവും പ്രകടിപ്പിക്കുന്നവർ ആയിരിക്കും. മഹാവിഷ്ണുവിന്റെ അവതാരമായ ശ്രീരാമന്റെ ജന്മനക്ഷത്രമാണ് പുണർതം. ഒരു അവതാര പുരുഷനായിരുന്നിട്ട് പോലും ശ്രീരാമന്റെ ജീവിതം പ്രതിസന്ധികൾ നിറഞ്ഞതായിരുന്നു. ശനിയുടെ ദോഷം അനുഭവിക്കുന്ന നക്ഷത്രം ആയതിനാൽ ജോലിയിൽ ഒരുപാട് പ്രതിസന്ധികൾ നേരിടേണ്ടി വരും. സർക്കാർ ജോലി കിട്ടാൻ സാധ്യത കുറവാണ്. അധ്യാപകൻ, എഴുത്ത്, അഭിനേതാവ്, ഡോക്ടർ, യോഗ, ട്രാവൽ ആൻഡ് ടൂറിസം, ഹോട്ടൽ, റെസ്റ്റോറന്റ്, സൈക്കോളജിസ്റ്റ്, മൃഗസംരക്ഷണം, ടെലികമ്മ്യൂണിക്കേഷൻ, പോസ്റ്റൽ എന്നീ മേഖലകളിൽ ജോലി ചെയ്യുന്നത് നല്ലതാണ്. ജോലി ചെയ്യുമ്പോൾ വിശ്രമമില്ലാതെ ചെയ്തുകൊണ്ടിരിക്കും. എന്നാൽ ജോലിക്കിടയിൽ വിശ്രമിച്ചാൽ തിരിച്ച് ജോലിയിലേക്ക് മടങ്ങി വരാൻ മടി കാണിക്കുന്നവരായിരിക്കും. പങ്കാളിക്ക് ആത്മാർത്ഥമായ സ്നേഹമുണ്ടാകുമെങ്കിലും പങ്കാളിയുമായി സമതുലിതാവസ്ഥ നിലനിർത്തിയില്ലെങ്കിൽ വൈവാഹിക ജീവിതത്തെ പ്രതികൂലമായി ബാധിക്കും. പങ്കാളിക്ക് നല്ല കഴിവുകളും ഹൃദയഹാരിയായ വ്യക്തിത്വവും ഉണ്ടാകുമെങ്കിലും മാനസികവും മറ്റ് ആരോഗ്യപരമായ പ്രശ്നങ്ങളാലും ബുദ്ധിമുട്ട് വന്നേക്കാം. പങ്കാളി കുടുംബത്തെയും കുട്ടികളെയും സംരക്ഷിക്കുന്നതിൽ സമർത്ഥരായി. ചിലപ്പോൾ മാതാപിതാക്കന്മാർ തമ്മിൽ സ്വരചേർച്ച ഇല്ലാതിരിക്കാം. അല്ലെങ്കിൽ ഇവരുടെ ദാമ്പത്യത്തിൽ പ്രശ്നങ്ങൾ സംഭവിക്കാനും സാധ്യതയുണ്ട്. പക്വതയില്ലാത്ത പ്രായത്തിൽ വിവാഹം കഴിക്കേണ്ട സാഹചര്യം വന്നുചേരും. അങ്ങനെ ചെയ്താൽ ദാമ്പത്യത്തിൽ പ്രശ്നങ്ങൾ അനുഭവിക്കും. 1, 2, 3 പാദത്തിൽ ജനിച്ചവർക്ക് പ്രണയത്തിൽ താല്പര്യമുണ്ടാകും. എന്നാൽ അമ്മ മൂലം പ്രണയത്തിന് തടസ്സങ്ങൾ വന്നുചേരാം. പുണർതം നക്ഷത്രത്തിൽ ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ മാതാപിതാക്കന്മാർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വരും. പിതാവ് അല്ലെങ്കിൽ മക്കൾ ഇവരിൽ ആരുടെയെങ്കിലും ഒരാളുടെ സ്നേഹവും പരിലാളനയും മാത്രമേ അനുഭവിക്കാൻ കഴിയൂ. ജീവിതത്തിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നടക്കുമ്പോൾ അച്ഛന്റെ സാന്നിധ്യം ഇല്ലാതിരിക്കുകയോ അച്ഛന്റെ അനുഗ്രഹം ഇല്ലാതെയോ ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ ജീവിതത്തിന്റെ പല ഘട്ടങ്ങളിലും യുദ്ധം ചെയ്ത് പോരാടി ജയിക്കേണ്ടി വരും. സഹോദരന്മാർ തമ്മിൽ നല്ല സഹകരണത്തിൽ ജീവിച്ചു പോകും. ആവശ്യമായ ഘട്ടത്തിൽ നല്ല വിദഗ്ധമായി നുണ പറയാൻ കഴിവുള്ളവരായിരിക്കും. സർക്കാരുമായി ബന്ധപ്പെട്ട പ്രധാന രേഖകളിൽ തെറ്റുകൾ സംഭവിക്കാനോ തിരുത്തലുകൾ വരുത്തുവാനോ സാധ്യത ഉണ്ട്. കഠിനാധ്വാനം ചെയ്ത് നേടിയെടുത്ത കാര്യങ്ങളെ മുഴുവനായി ഉപയോഗിക്കാൻ യോഗമുണ്ടാകില്ല.
ആത്മഹത്യ വരെ എത്തിയ ഒരു ഘട്ടത്തിൽ നിന്ന് തിരിച്ചു വന്ന് ഉന്നത നിലയിൽ എത്തിയവർ ഉണ്ടാകും. കുടുംബത്തിൽ വളരെ ചെറിയ ആയുസ് വരെ ജീവിച്ചവരും 100 വയസ്സിൽ അധികം ജീവിച്ചവരും ഉണ്ടാകും. വീടും കുടുംബവും വിട്ട് അന്യദേശത്ത് ജീവിക്കുന്നത് നല്ലതാണ്. കൂട്ടുകാരുമായുള്ള സൗഹൃദം കാത്തു സൂക്ഷിക്കാൻ ഇഷ്ടപ്പെടും. പാരമ്പര്യ സ്വത്തിൽ ചില പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരും. ന്യൂമോണിയ, ചെവിവേദന, ശ്വാസകോശ രോഗങ്ങൾ, ക്ഷയം, തൈറോയിഡ് രോഗങ്ങൾ, രക്തദൂഷ്യം, നടുവേദന, ഹൃദയരോഗം, കിഡ്നി രോഗം, ഷുഗർ, മാനസിക സമ്മർദ്ദം എന്നിവ ഇവരെ ബാധിക്കുന്ന ചില ആരോഗ്യ പ്രശ്നങ്ങളാണ്. വൃദ്ധജനങ്ങൾക്ക് സഹായം ചെയ്യുന്നതും പൂച്ച, മയിൽ എന്നിവയ്ക്ക് ഭക്ഷണം നൽകുന്നതും സംരക്ഷിക്കുന്നതും ജീവിതാഭിവൃദ്ധിക്ക് നല്ലതാണ്. നമസ്കാരം.